Hi friends, exam selective study channel സ്വാഗതം. NCERT chemistry mock test 50 marks. 50 marksന്റെ chemistry mock test ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഈ ഒരു mock test ഡയറി ഫാം ഇൻസ്ട്രക്ടർ, KS, SSC തുടങ്ങിയ പരീക്ഷകൾക്ക് ഉപകാരപ്രദമായ ഒരു ക്ലാസ് ആണ്. ഇന്നത്തെ കെമിസ്ട്രി ടോപ്പിക് ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസ് ടോപ്പിക് മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങൾ എടുത്തിരിക്കുന്നത് വിവിധ മത്സര പരീക്ഷകൾ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നാണ്. ഈ ചോദ്യപേപ്പറിന്റെ ഫൈനൽ ആൻസർ പ്രകാരമാണ് മോക്ക് ടെസ്റ്റിലുള്ള ചോദ്യോത്തരങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിന്റെ സിലബസ് അനുസരിച്ച് 4 മാർക്സ് ആണ് ബയോമോളിക്യൂൾസ് ടോപ്പിക്സിന് കൊടുത്തിരിക്കുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ബയോമോളിക്യൂൾസിൽ ധാരാളം സബ് ടോപ്പിക്സ് വന്നിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, എൻസൈംസ്, വിറ്റമിൻ, ന്യൂക്ലിക് ആസിഡ്സ്, ഹോർമോൺസ്. ഈ ഓരോ സബ് ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. എക്സാം വേണം അതേ ഗൗരവത്തോടെ തന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് അനുസരിച്ച് അധികം ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല, ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ വായിക്കുന്ന രീതിയാണ്. സിമ്പിൾ ചില ക്വസ്റ്റ്യൻസിന് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് തരുന്നുണ്ട്. ഇന്നത്തെ മോക്ക് ടെസ്റ്റിലോട്ട് പോകാം. ഇന്നത്തെ ബയോമോളിക്യൂൾസ് ടോപ്പിക്കിന്റെ ഫസ്റ്റ് ടോപ്പിക് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന ടോപ്പിക്കിൽ ചോദ്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, മോസ്റ്റ് അബണ്ടന്റ് കാർബോഹൈഡ്രേറ്റ് ഇൻ ബയോസ്ഫിയർ ഈസ്? ഓപ്ഷൻസ്: സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ, സെല്ലുലോസ്, ഗ്ലൂക്കോസ്. ആൻസർ: സെല്ലുലോസ്. മോസ്റ്റ് അബണ്ടന്റ് കാർബോഹൈഡ്രേറ്റ് ഇൻ ബയോസ്ഫിയർ ഈസ് സെല്ലുലോസ്. രണ്ടാമത്തെ ചോദ്യം, this is a FDA approved non-nutritive sweetener which is approximately 20,000 times sweeter than table sugar. Options: saccharin, S-sulfame K, advantame, sucralose. Answer: advantame. This is a FDA approved non-nutritive sweetener which is approximately 20,000 times sweeter than table sugar. Advantame. Extra points നോക്കാം. ഇവിടെ ടേബിൾ ഷുഗർ എന്നൊരു ടൈം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ടേബിൾ ഷുഗർ എന്താണെന്ന് നോക്കാം. ടേബിൾ ഷുഗർ അറിയപ്പെടുന്നത് സൂക്രോസ് ആണ്. സൂക്രോസ് C12H22O11. സൂക്രോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്രൈഡ് ആണ്. സൂക്രോസ് എന്ന ഡൈസാക്രൈഡ് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്, മോണോസാക്രൈഡ്സ് ആയ ഫ്രക്ടോസും ഗ്ലൂക്കോസും ചേർന്നാണ് സൂക്രോസ് ഫോം ചെയ്തിരിക്കുന്നത്. സൂക്രോസ് ഒരു ഡൈസാക്രൈഡ് ആണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് മോണോസാക്രൈഡ്സ്, ഫ്രക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. ഡൈസാക്രൈഡിനെ കുറിച്ച് 2 പോയിന്റ് നോക്കാം. Disaccharide means it is composed of 2 molecules of simple sugars, that is monosaccharides. The 3 major disaccharides are sucrose, lactose and maltose. മൂന്നാമത്തെ ചോദ്യം, all the monosaccharides contain one or more chiral carbon atoms except. Options: dihydroxyacetone, glyceraldehyde, glucose, fructose. Answer: dihydroxyacetone. All the monosaccharides contain one or more chiral carbon atoms except dihydroxyacetone. Dihydroxyacetone DHA, also known as glycerol, C3H6O3. നാലാമത്തെ ചോദ്യം, sucrose on hydrolysis gives. Options: alpha D glucose plus beta D fructose, beta D glucose plus alpha D fructose, alpha D fructose plus beta D fructose, alpha D glucose plus beta D glucose. Answer: alpha D glucose plus beta D fructose. Sucrose on hydrolysis gives alpha D glucose plus beta D fructose. ഓപ്ഷൻസ് ഒക്കെ ഏകദേശം സെയിം ആയിട്ടാണ് ഇരിക്കുന്നത്. ആൽഫ ഡി ഗ്ലൂക്കോസ്, ബീറ്റ ഡി ഗ്ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് വരുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. സൂക്രോസ് ഹൈഡ്രോളിസിസ് നടത്തിയാൽ കിട്ടുന്നത് ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും ആണ്. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് is not true about glucose? Options: it is an aldohexose, it is an aldopentose, it is a reducing sugar, it contains 5 hydroxyl groups. Answer: it is an aldopentose. ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് it is an aldopentose ആണ്. ഗ്ലൂക്കോസ് ഒരു aldopentose എന്നുള്ളത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആറാമത്തെ ചോദ്യം, ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ആർ? ഓപ്ഷൻസ്: അനോമേഴ്സ്, എപ്പിമേഴ്സ്, ഡയാസ്റ്റീരിയോമേഴ്സ്, എനാൻഷ്യമേഴ്സ്. Answer: anomers. Alpha D glucose and beta D glucose are anomers. ഏഴാമത്തെ ചോദ്യം, the difference between amylose and amylopectin is? Options: amylose is made up of glucose and galactose. Amylopectin have 1,4 alpha linkage and 1,6 beta linkage. Amylose have 1,4 alpha linkage and 1,6 beta linkage. Amylopectin have 1,4 alpha linkage and 1,6 alpha linkage. Answer: amylopectin have 1,4 alpha linkage and 1,6 alpha linkage. The difference between amylose and amylopectin is
Amylopectin have 1,4-alpha linkage and 1,6-alpha linkage. Extra points നോക്കാം. എന്താണ് amylose, എന്താണ് amylopectin? ഇവിടെ ചോദ്യത്തിൽ ഡിഫറൻസ് ബിറ്റ്വീൻ amylose ആൻഡ് amylopectin എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ തരുന്നത്. Amylose, polysaccharide containing straight chain polymer of D-glucose units. It's a linear chain of glucose units connected by alpha-1,4-glycosidic bonds. Amylopectin, polysaccharide containing a branched chain polymer of D-glucose units. The straight chain units are linked together by alpha-1,4-glycosidic linkage and alpha-1,6-glycosidic linkage, whereas the branched structure is linked by alpha-1,6-glycosidic linkages. എട്ടാമത്തെ ചോദ്യം, which of the following statement is not correct? Options: cellulose is a linear polymer of beta-glucose, glycogen is the food reserve of plants, amylopectin is a branched polymer of alpha-glucose, none of the above. Answer: glycogen is the food reserve of plants. Which of the following statement is not correct? Glycogen is the food reserve of plants. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോം, glycogen is the storage polysaccharide in animals. Glycogen പ്ലാന്റ്സിന്റെ സ്റ്റോറേജ് polysaccharide അല്ല, പകരം glycogen animalsന്റെ സ്റ്റോറേജ് polysaccharide ആണ്. ഒമ്പതാമത്തെ ചോദ്യം, alpha D glucose and beta D glucose differ from each other due to the difference in one of the carbons with respect to its options: number of OH groups, size of hemiacetal ring, conformation, configuration. Answer: configuration. Alpha D glucose and beta D glucose differ from each other due to difference in one of the carbons with respect to its configuration. അടുത്ത ചോദ്യം, which of the following is a non-reducing sugar? Options: lactose, fructose, sucrose, maltose. Answer: sucrose. Which of the following is a non-reducing sugar? Sucrose. പതിനൊന്നാമത്തെ ചോദ്യം, an organic compound with formula C6H12O6 forms a yellow crystalline solid with phenyl hydrazine and gives a mixture of sorbitol and mannitol when reduced with sodium. Which among the following could be the compound? Options: sucrose, glucose, fructose, mannose. Answer: fructose. An organic compound with formula C6H12O6 forms a yellow crystalline solid with phenyl hydrazine and gives a mixture of sorbitol and mannitol when reduced with sodium. Which among the following could be the compound? Fructose. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഇനുലിനേസ്. Options: monosaccharide, oligosaccharide, polysaccharide, none of these. Answer: polysaccharide. ഇനുലിനേസ് polysaccharide. Inulin is a polysaccharide of fructose. Inulin fructose polysaccharide ആണ്. Inulin is used as a food ingredient because of its ability to stimulate the growth of beneficial intestinal bacteria. പതിമൂന്നാമത്തെ ചോദ്യം, antibiotic streptomycin. Options: protein, steroid, glycoside, none of these. Answer: glycoside. Antibiotic streptomycin is glycoside. Streptomycin is the first discovered aminoglycoside antibiotic. ഇത്ര നേരം നമ്മൾ നോക്കിയത് കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോട്ടീൻസിന്റെ, ബയോമോളിക്യൂൾസിലെ പ്രോട്ടീൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. പതിനാലാമത്തെ ചോദ്യം, കെമിക്കൽ നേച്ചർ ഓഫ് എക്സോടോക്സിൻസ് ഈസ്. ഓപ്ഷൻസ്: ലിപ്പോപോളിസാക്കറൈഡ്, മ്യൂറാമിക് ആസിഡ്, ഒളിഗോസാക്കറൈഡ്, പ്രോട്ടീൻ. ആൻസർ: പ്രോട്ടീൻ. കെമിക്കൽ നേച്ചർ ഓഫ് എക്സോടോക്സിൻസ് ഈസ് protein. പതിനഞ്ചാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ക്ലാസ് ഓഫ് ആന്റിബോഡി വിത്ത് ദ ഹൈയസ്റ്റ് സ്റ്റെബിലിറ്റി ഫോർ ആന്റിജൻസ്. ഓപ്ഷൻസ്: IgA, IgM, IgG, IgE. ആൻസർ: IgM. IgM എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ M. Ig എന്ന് വെച്ചാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ M. ഐഡന്റിഫൈ ദ ക്ലാസ് ഓഫ് ആന്റിബോഡി വിത്ത് ദ ഹൈയസ്റ്റ് സ്റ്റെബിലിറ്റി ഫോർ ആന്റിജൻസ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ M. ഈ ആന്റിബോഡി ഒക്കെ പ്രോട്ടീൻസിന്റെ ക്ലാസ്സിൽ വരുന്നതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റൻ ആഡ് ചെയ്തത്. പതിനാറാമത്തെ ചോദ്യം, the VLDL, LDL levels increase in blood due to high intake of. Options: glucose diet, fructose diet, lactose diet, starch diet. Answer: fructose diet. The VLDL, LDL levels increase in blood due to high intake of fructose diet. VLDL, very low density lipoproteins. LDL, low density lipoproteins. പതിനേഴാമത്തെ ചോദ്യം, the helical structure of a protein is stabilized by. Options: dipeptide bonds, ether bonds, hydrogen bonds, peptide bonds. Answer: hydrogen bonds. The helical structure of a protein is stabilized by hydrogen bonds. Bonds ഒക്കെ ശ്രദ്ധിച്ച് പഠിക്കുക, കാരണം ഈ ഒരു ബയോമോളിക്യൂൾസും ടോപ്പിക്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൺസ് പഠിക്കാനുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് പ്രോട്ടീന്റെ കാര്യമാണ്. The helical structure of a protein is stabilized by hydrogen bonds. ഇതിൽ തന്നെ വേറെ ബോൺസിന്റെ ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധയോടെ പഠിക്കണം എന്ന് പറയുന്നത്. The helical structure of a protein is stabilized by hydrogen bonds. പതിനെട്ടാമത്തെ ചോദ്യം,
which of the functional group participates in disulfide formation proteins? Options: thioester, thioether, thiol, thiolactone. Answer: thiol. Which of the functional group participates in disulfide formation proteins? Thiol. 19ാമത്തെ ചോദ്യം, secondary structure of a protein refers to. Options: regular folding patterns of continuous portions of the polypeptide chain, three-dimensional structure, especially the bond between amino acid residues that are distant from each other in the polypeptide chain, linear sequence of amino acid residues in the polypeptide chain, denatured proteins. Answer: regular folding patterns of continuous portions of the polypeptide chain. Secondary structure of a protein refers to regular folding patterns of continuous portions of the polypeptide chain. 20ാമത്തെ ചോദ്യം, serum free fatty acids are found in combination with. Options: globin, globulin, albumin, fibrinogen. Answer: albumin. Serum free fatty acids are found in combination with albumin. Albumin ഒരു പ്രോട്ടീൻ ആണ്. ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് ബയോമോളിക്യൂൾസിലെ പ്രോട്ടീൻസ് ആൻഡ് സബ് ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ബയോമോളിക്യൂൾസിലെ എൻസൈംസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 21ാമത്തെ ചോദ്യം, any of the variants of an enzyme that are coded by alleles at a single genetic locus is called. Options: isozyme, allozyme, coenzyme, allosteric enzyme. Answer: allozyme. Any of the variants of an enzyme that are coded by alleles at a single genetic locus is called allozyme. 22ാമത്തെ ചോദ്യം, which term represents the number of substrate molecules that can be converted to product by a single enzyme molecule per unit time? Options: specificity, catalysis, specific activity, turnover number. Answer: turnover number. Which term represents the number of substrate molecules that can be converted to product by a single enzyme molecule per unit time? Turnover number. 23ാമത്തെ ചോദ്യം, the incorrect statement regarding enzymes are. Options: enzymes are biocatalysts, enzymes are very specific for a particular reaction substrate, enzymes are polysaccharides, like chemical catalysts, enzymes reduce the activation energy of bioprocesses. Answer: enzymes are polysaccharides. The incorrect statement regarding enzymes are polysaccharides. Enzymes are polysaccharides എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 24ാമത്തെ ചോദ്യം, enzymes are made up of. Options: edible proteins, carbohydrates, nitrogen containing carbohydrates, proteins with specific structures. Answer: proteins with specific structures. Enzymes are made up of proteins with specific structures. ബയോമോളിക്യൂൾസിലെ സബ് ടോപ്പിക്കായ എൻസൈംസിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോമോളിക്യൂൾസിലെ വിറ്റമിൻസ് എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. 25ാമത്തെ ചോദ്യം, high intake of polished rice or other refined food items lead to the deficiency of vitamin. Options: vitamin B6, vitamin E, vitamin D, vitamin B1. Answer: vitamin B1. High intake of polished rice or other refined food items lead to the deficiency of vitamin B1. Vitamin B1 ന്റെ chemical name thiamine. Vitamin B1 water soluble vitamin ആണ്. Vitamin B1 ന്റെ deficiency disease beriberi. 26ാമത്തെ ചോദ്യം, match the following questions ആണ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 1ലുള്ള ടേംസ് ലിസ്റ്റ് 2ലെ ടേംസുമായിട്ട് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തതാണ് ചോദ്യം. ലിസ്റ്റ് 1 വായിക്കാം. ലിസ്റ്റ് 1, 1 ascorbic acid, 2 retinol, 3 riboflavin, 4 thiamine. ലിസ്റ്റ് 2ൽ A beriberi, B cracked lips, C scurvy, D night blindness. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ 1C, 2D, 3B, 4A. 1C ascorbic acid, scurvy, 2D retinol, night blindness, 3B riboflavin, cracked lips, 4A thiamine, beriberi. നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്, കറക്റ്റ് ടേബിൾ. അപ്പോൾ ഇവിടെ അസ്കോർബിക് ആസിഡ്, റെറ്റിനോൾ, റൈബോഫ്ലേവിൻ, തൈമിൻ എന്നൊക്കെ കണ്ടു. ഇതൊക്കെ തന്നിരിക്കുന്നത് വിറ്റമിൻസിന്റെ പേരുകളാണ്. എക്സാമിന് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് വിറ്റമിൻസിന്റെ പേരായിരിക്കും, വിറ്റമിൻ എ, വിറ്റമിൻ ബി, വിറ്റമിൻ സി എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. വിറ്റമിൻസിന്റെ കെമിക്കൽ നെയിംസ് ആയിരിക്കും തരുന്നത്. അപ്പോൾ വിറ്റമിൻസിന്റെ കെമിക്കൽ നെയിം പഠിച്ചു നോക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ടേബിളിൽ വിറ്റമിൻസിന്റെ കെമിക്കൽ നെയിം ഇതൊക്കെയാണ് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് തരുന്നത്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വായിച്ചാൽ മതി. അസ്കോർബിക് ആസിഡ്, റെറ്റിനോൾ, റൈബോഫ്ലേവിൻ, തൈമിൻ എന്ന് വായിച്ച് പോയാൽ മതി. പക്ഷേ ചിലപ്പോൾ നമുക്ക് ഇതൊക്കെ വിറ്റമിൻ ആണെന്നും അസ്കോർബിക് ആസിഡ് എല്ലാവർക്കും അറിയായിരിക്കും, ബാക്കി വിറ്റമിൻ ആണെന്നും വിറ്റമിന്റെ കെമിക്കൽ നെയിം ആണെന്ന് കുറെ പറഞ്ഞാൽ അറിയാൻ പാടുള്ളതുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് കെമിക്കൽ നെയിമിനോടൊപ്പം തന്നെ വിറ്റമിൻസിന്റെ പേര് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടേബിൾ നോക്കാം. അസ്കോർബിക് ആസിഡ് വിറ്റമിൻ സി, ഡെഫിഷ്യൻസി ഡിസീസ് സ്കർവി. റെറ്റിനോൾ വിറ്റമിൻ എ, ഡെഫിഷ്യൻസി ഡിസീസ് നൈറ്റ് ബ്ലൈൻഡ്നസ്.
riboflavin, vitamin B2 deficiency, cracked lips, thiamine, vitamin B1 deficiency disease, beriberi. 27ാമത്തെ ചോദ്യം The RBC deficiency is deficiency disease of options vitamin B6, vitamin B1, vitamin B2, vitamin B12. Answer vitamin B12. The RBC deficiency is deficiency disease of vitamin B12. ബയോമോളിക്യൂൾസിലെ സബ് ടോപ്പിക്കായ വിറ്റമിൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബയോമോളിക്യൂൾസിലെ ന്യൂക്ലിക് ആസിഡ്സ് എന്നുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 28ാമത്തെ ചോദ്യം The segment of DNA which act as the instrumental manual for the synthesis of the protein is options nucleotide, nucleoside, gene, ribose. Answer gene. The segment of DNA which acts as the instrumental manual for the synthesis of the protein is gene. 29ാമത്തെ ചോദ്യം RNA and DNA are chiral molecules. Their chirality is due to options chiral base, chiral phosphate ester units, D sugar component, L sugar component. Answer D sugar component. RNA and DNA are chiral molecules. Their chirality is due to D sugar component. 30ാമത്തെ ചോദ്യം nucleotides in DNA are linked by options hydrogen bond, 3-5- phosphodiester bond, glycosidic bond, peptide bond. Answer 3-5- phosphodiester bond. Nucleotides in DNA are linked by 3-5- phosphodiester bond. ഞാൻ പറഞ്ഞു ബോൺസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പ്രോട്ടീൻ പഠിച്ചപ്പോൾ അവിടെയും ബോൺസ് കണ്ടു. ഇവിടെ ന്യൂക്ലിക് ആസിഡിന്റെ കേസിലും ബോൺസ് പഠിക്കാനുണ്ട്. ബോൺസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് പഠിക്കുക. പെപ്റ്റൈഡ് ബോണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈഡ്രജൻ ബോണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ 3-5- ഫോസ്ഫോഡൈസ്റ്റർ ബോൺസ് ഒക്കെ. അപ്പോൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കുക, ഏത് ബോണ്ടാണ് അവിടെ വരുന്നത് ശ്രദ്ധിച്ച് പഠിക്കുക. നെഗറ്റീവ് മാർക്ക് വരാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA are linked by 3-5- phosphodiester bond. 31ാമത്തെ ചോദ്യം Central dogma of molecular genetics states that the genetic information flows from options DNA to RNA, RNA to proteins. Next option amino acids to proteins, proteins to carbohydrates. Next option DNA to carbohydrates, carbohydrates to proteins. Next option DNA to RNA, RNA to carbohydrates. Answer DNA to RNA, RNA to proteins. Central dogma of molecular genetics states that genetic information flows from DNA to RNA, RNA to proteins. 32ാമത്തെ ചോദ്യം The correct statements regarding RNA and DNA is options the sugar component in RNA is arabinose and the sugar component in DNA is ribose. The sugar component in RNA is 2-deoxyribose and the sugar component in DNA is arabinose. The sugar component in RNA is arabinose and the sugar component in DNA is 2-deoxyribose. The sugar component in RNA is ribose and the sugar component in DNA is 2-deoxyribose. Answer the sugar component in RNA is ribose and the sugar component in DNA is 2-deoxyribose. The correct statements regarding RNA and DNA is the sugar component in RNA is ribose and the sugar component in DNA is 2-deoxyribose. 33ാമത്തെ ചോദ്യം The process by which synthesis of protein takes place based on genetic information present in mRNA is called options messenger hypothesis, transcription, translation, replication. Answer translation. The process by which synthesis of protein takes place based on genetic information present in mRNA is called translation. 34ാമത്തെ ചോദ്യം One turn of the helix in a B-form DNA is approximately options 2 nanometer, 20 nanometer, 0.34 nanometer, 3.4 nanometer. Answer 3.4 nanometer. One turn of the helix in a B-form DNA is approximately 3.4 nanometer. Extra point നോക്കാം. One turn of the helix is approximately 34 angstrom or 3.4 nanometer. നാനോമീറ്ററിലാണ് ചോദിക്കുന്നതെങ്കിൽ 3.4 നാനോമീറ്റർ. അതല്ല ഇനി ഓപ്ഷനിൽ ആംസ്ട്രത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ 34 ആംസ്ട്രോം. വൺ ടേൺ ഓഫ് ദ ഹെലിക്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി 34 ആംസ്ട്രോം ഓർ 3.4 നാനോമീറ്റർ. 10 ആംസ്ട്രോം ഈക്വൽ ടു 1.0 നാനോമീറ്റർ. 35ാമത്തെ ചോദ്യം എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ് ESTS refers to options DNA polymorphism, novel DNA sequences, genes expressed as RNA, polypeptide expression. Answer genes expressed as RNA. Expressed sequence tags ESTS refers to genes expressed as RNA. 36ാമത്തെ ചോദ്യം purines found both in DNA and RNA are options guanine and cytosine, cytosine and thymine, adenine and thymine, adenine and guanine. Answer adenine and guanine.
Purines found both in DNA and RNA are adenine and guanine. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തെന്ന് കമന്റ് ചെയ്യുക. കാരണം ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിക്കുന്നവർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്യൂരിൻസ് ഫൗണ്ട് ബോത്ത് ഇൻ DNA ആൻഡ് RNA ആർ. നിങ്ങൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പ്യൂരിൻസ് എന്നുള്ള ടേം കാണില്ല, പകരം ബേസസ് ഫൗണ്ട് ഇൻ ബോത്ത് ഇൻ DNA ആൻഡ് RNA. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഇങ്ങനെയാണ്: DNA-യിലും RNA-യിലും ഉള്ളത്. അപ്പൊ നിങ്ങൾ DNA RNA ബേസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. DNA കാണുന്ന അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. RNA-യിലാണെങ്കിൽ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. നിങ്ങൾ ഗത്തിയിലെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഗ്വാനിനും സൈറ്റോസിനും DNA-യിലും RNA-യിലും ഉണ്ട്. നിങ്ങൾ ഇവിടെ പ്യൂരിൻസ് എന്നുള്ള ടേം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ തെറ്റായിട്ട് ഓപ്ഷനെ മാർക്ക് ചെയ്യും, നിങ്ങൾക്ക് മാർക്ക് പോകും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ ബോത്ത് ഇൻ DNA ആൻഡ് RNA ആയിരിക്കും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കാണുന്നത്. DNA-യിലും RNA-യിലും കോമൺ ആയിട്ടുള്ളത് നമ്മൾ നോക്കുമ്പോൾ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഇത് തെറ്റിക്കാനുള്ള ഓപ്ഷനാണ്. ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആണ് മിക്കവരും ആയതിനാൽ ഓപ്ഷനെ മാർക്ക് ചെയ്യും, അത് തെറ്റും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു വായിക്കുക. പ്യൂരിൻസ് ഫൗണ്ട് ബോത്ത് ഇൻ DNA ആൻഡ് RNA. DNA-യിലും RNA-യിലും കാണുന്ന പ്യൂരിൻസിനെ കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നോക്കുക, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഇവിടെ എന്താ തെറ്റ് വരാൻ കാരണം? ഗ്വാനിൻ പ്യൂരിൻ ആണ്, പക്ഷെ സൈറ്റോസിൻ അത് പ്യൂരിൻ അല്ല, പിരമിഡിനാണ്. DNA-യിലും RNA-യിലും നൈട്രോജനസ് സ്പേസസ് ഉണ്ട്. ഈ നൈട്രോജനസ് സ്പേസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്: പ്യൂരിൻസും പിരമിഡിൻസും. പ്യൂരിൻസ് എന്താ, പിരമിഡിൻസ് എന്താണെന്ന് അറിയാവുന്നവർക്കാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അത് അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ തെറ്റായിട്ടുള്ള ഉത്തരം മാർക്ക് ചെയ്യും, മാർക്കും. അതുകൊണ്ടാണ് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് ഒരു പോയിന്റ് പറയാമെന്ന് വിചാരിച്ചത്. ഈ ഒരു ക്വസ്റ്റിനെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുന്നവർക്കാണെങ്കിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ഒരു കാരണവശാലും ആൻസർ ആയിട്ട് വരില്ല, കാരണം ചോദിച്ചിരുന്നത് പ്യൂരിൻസ് ആണ്. ചോദ്യത്തിന് പ്യൂരിൻസിന് പകരം നൈട്രോജനസ് ബേസസ് ഫൗണ്ട് ബോത്ത് ഇൻ DNA ആൻഡ് RNA എന്നായിരുന്നെങ്കിൽ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആൻസർ കറക്റ്റ് ആയിട്ട് വരും. ഇപ്പൊ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിനും അഡിനിൻ ആൻഡ് ഗ്വാനിനും ബോത്ത് A ആൻഡ് D ഇവിടെ കറക്റ്റ് ആയിട്ട് വരും. നൈട്രോജനസ് ബേസസ് ഫൗണ്ട് ഇൻ DNA ആൻഡ് RNA ചോദിച്ചിരുന്നെങ്കിൽ, പക്ഷെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പ്യൂരിൻസ് ആണ് ചോദിച്ചിരുന്നത്. DNA-യിലും RNA-യിലുമുള്ള പ്യൂരിൻസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൻസർ അഡിനിൻ ആൻഡ് ഗ്വാനിൻ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് പ്യൂരിൻസ്, ഏതൊക്കെയാണ് പിരമിഡിൻസ്. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ എല്ലാം നൈട്രോജനസ് സ്പേസസ് ആണ്. ആ ബേസിലെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് പ്യൂരിൻസും പിരമിഡിൻസും. പ്യൂരിൻസിൽ വരുന്നതാണ് അഡിനിനും ഗ്വാനിനും. പിരമിഡിൻസിലാണ് സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ച് എഴുതുക. അപ്പൊ ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 37ാമത്തെ ചോദ്യം: The term nuclein for the genetic material was used by. Options: Misher, Shargaf, Mendel, Franklin. Answer: Misher. The term nuclein for the genetic material was used by Misher. 38ാമത്തെ ചോദ്യം: Who proved that DNA is basic genetic material? Options: Griffith, Watson, Bowry and Chase, Hershey and Chase. Answer: Hershey and Chase. Who proved that DNA is basic genetic material? Hershey and Chase. 39ാമത്തെ ചോദ്യം: RNA does not possess uracil, thymine, adenine, cytosine. Answer: thymine. RNA does not possess thymine. നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ടായിരുന്നു, RNA-യും DNA-യിലും കാണുന്ന പ്യൂരിൻസ് ഏതൊക്കെയാണെന്ന്. ടേബിളായിട്ട് നൈട്രോജനസ് സ്പേസ് ഓഫ് DNA ആൻഡ് RNA തന്നിട്ടുണ്ട്. നിങ്ങൾ ടേബിൾ നന്നായിട്ട് പഠിക്കുക. പല ക്വസ്റ്റ്യൻ പേപ്പറിലും നിരവധി തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നൈട്രോജനസ് സ്പേസ് ഓഫ് DNA, നൈട്രോജനസ് സ്പേസ് ഓഫ് RNA. ചോദിക്കുന്നതായിരിക്കും DNA-യിൽ കാണപ്പെടാത്ത നൈട്രോജനസ് സ്പേസ് ഏതാണ്, അല്ലെങ്കിൽ RNA-യിൽ കാണപ്പെടാത്ത നൈട്രോജനസ് സ്പേസ് ഏതൊക്കെയാണ്. ഈ DNA-യിലും RNA-യിലും ഉള്ള നൈട്രോജനസ് സ്പേസസ് അറിയാവുന്നവർക്കാണെങ്കിൽ ഉത്തരം പെട്ടെന്ന് എഴുതാൻ പറ്റും. പല രീതിയിലും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രീതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നമുക്ക് ആദ്യം നൈട്രോജനസ് സ്പേസ് ഓഫ് DNA, അല്ലെങ്കിൽ DNA-യിൽ കാണപ്പെടുന്ന നൈട്രോജനസ് സ്പേസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. അപ്പൊ DNA-യിൽ കാണപ്പെടുന്ന നൈട്രോജനസ് സ്പേസ് ഏതൊക്കെയാണ്? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. അഡിനിനും ഗ്വാനിനും ഏതാണ്? പ്യൂരിൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം നമ്മൾ നേരത്തെ ക്വസ്റ്റിനെ കണ്ടു അഡിനിനും ഗ്വാനിനും പ്യൂരിൻസ് ആണ്. സൈറ്റോസിനും തൈമിനും എന്താണ്? പിരമിഡിൻസ് ആണ്. അപ്പൊ നൈട്രോജനസ് സ്പേസ് ഓഫ് DNA അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. നമുക്ക് നൈട്രോജനസ് സ്പേസ് ഓഫ് RNA നോക്കാം. അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഒരു വ്യത്യാസം കണ്ടോ? RNA-യിൽ തൈമിന് പകരം വന്നിരിക്കുന്നത് യുറാസിലാണ്. തൈമിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ യുറാസിൽ. DNA-യിലുള്ള തൈമിന് പകരമായിട്ട് RNA-യിലുള്ളത് യുറാസിലാണ്. അപ്പൊ നൈട്രോജനസ് സ്പേസ് ഓഫ് RNA അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ. ഇതിൽ തന്നെ പ്യൂരിൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിനിനും ഗ്വാനിനും. പിരമിഡിൻസ് ഏതൊക്കെയാണ്? സൈറ്റോസിനും യുറാസിലും. നൈട്രോജനസ് സ്പേസ് ഓഫ് DNA ആൻഡ് RNA മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 40ാമത്തെ ചോദ്യം: An octamer of 4 histones complexed with DNA forms. Options: centrosome, nucleosome, mesosome, centromere. Answer: nucleosome.
An octamer of 4 histones complexed with the DNA forms nucleosome. 41ാമത്തെ ചോദ്യം The process of translation is options ribosome synthesis, RNA synthesis, DNA synthesis, protein synthesis. Answer protein synthesis. The process of translation is protein synthesis. 42ാമത്തെ ചോദ്യം The RNA that pick up specific amino acid from amino acid pool in the cytoplasm to ribosome during protein synthesis is called options RNA, tRNA, mRNA, rRNA. Answer tRNA. The RNA that pick up specific amino acid from amino acid pool in the cytoplasm to ribosome during protein synthesis is called tRNA. നമുക്ക് different types of RNA നോക്കാം. The question answer tRNA ആയിരുന്നു. tRNAയുടെ full form transfer RNA. മറ്റു രണ്ട് ടൈപ്പ് ഓഫ് RNA നോക്കാം. mRNA, മെസ്സഞ്ചർ RNA, rRNA, റൈബോസോമൽ RNA. 43ാമത്തെ ചോദ്യം Prokaryotic transcription start regions are called as options enhancers, operators, promoters, inducers. Answer promoters. Prokaryotic transcription start regions are called as promoters. 44ാമത്തെ ചോദ്യം Number of base pairs per one complete turn of DNA double helix are options 12, 10, 11, 9. Answer 10. Number of base pairs per one complete turn of DNA double helix are 10. 45ാമത്തെ ചോദ്യം Trypnoscalar box has a sequence of options TA, TA, AT, AT, TA, 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 AA, TT, AT, TT, AA. Answer TA, TA, AT. Trypnoscalar box has a sequence of TA, TA, AT. T for thymine, A for adenine. 46ാമത്തെ ചോദ്യം How many pairs of amplification primers are used in nested PCR? Options 1, 2, 3, 4. Answer 2. How many pairs of amplification primers are used in nested PCR? 2. PCR full form polymerase chain reaction. 47ാമത്തെ ചോദ്യം What is the genetic structure of rotavirus? Options circular DNA containing virus, RNA virus with RT, ssRNA virus, dsRNA virus in segments. Answer dsRNA virus in segments. dsRNA double stranded RNA. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ബയോമോളിക്യൂൾസിലെ ന്യൂക്ലിക് ആസിഡ് എന്ന സബ് ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്ന ബയോമോളിക്യൂൾസിലെ ഹോർമോൺസ് എന്ന സബ് ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ്. 48ാമത്തെ ചോദ്യം The hormone that helps in the conversion of glucose to glycogen is options adrenaline, insulin, cortisone, none of the above. Answer insulin. The hormone that helps in the conversion of glucose to glycogen is insulin. 49ാമത്തെ ചോദ്യം Which of the following hormones is produced under the conditions of stress which stimulates glycogenolysis in the liver of human beings? Options thyroxine, insulin, adrenaline, estradiol. Answer adrenaline. Which of the following hormones is produced under the conditions of stress which stimulates glycogenolysis in the liver of human beings? Adrenaline. 50ാമത്തെ ചോദ്യം Which of the following hormones contains iodine? Options adrenaline, thyroxine, insulin, none of the above. Answer thyroxine. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 50 മാർക്സ് കെമിസ്ട്രി മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങൾ. ബയോമോളിക്യൂൾസ് എന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം നോക്കിയത്. നിങ്ങൾ കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ ക്ലാസ്സുകൾ പെട്ടെന്ന് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.